മജീദ് മാഷിൻ്റെയൊക്കെ ക്ലാസ് മുറിയിലിരിക്കുന്ന കുട്ടികളെക്കുറിച്ച് ഇന്നലെ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ കേൾക്കുമായിരുന്നു. മാഷ് നിറയെ കഥ പറയും, മാഷ് നിറയെ പാട്ട് പാടും, മാഷ് യാത്ര പോകുന്നതിനെക്കുറിച്ച് ഒരുപാട് പറയും. യാത്ര പോയിട്ട് വരുന്ന സ്ഥലങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ യാത്ര പോകാൻ തോന്നും. പക്ഷേ മജീദ് മാഷിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് കൂടെ റുഖിയ ടീച്ചറെയാണ് കൂട്ടുക. റുഖിയ ടീച്ചറാണ് ഓരോ സ്ഥലത്തെയും കാഴ്ചകൾ പറഞ്ഞു കൊടുക്കുക. ഇന്നലത്തെ യാത്രയിലും റുഖിയ അബ്ദുൽ മജീദ് മാഷിനോടൊപ്പം ഉണ്ടായിരുന്നു. യാത്രയിൽ അതിരപ്പള്ളിയുടെ ഭംഗിയും, ഇപ്പോൾ വെള്ളമൊന്നുമില്ല അതിരപ്പള്ളിയിൽ, പക്ഷേ എന്നാലും നേരത്തെ വെള്ളം വീഴുന്നതൊക്കെ അബ്ദുൽ മജീദ് മാഷിന് റുഖിയ ടീച്ചർ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ദൂരെ ഇങ്ങനെ ഒരു മല കാണുന്നുണ്ട്, ഈ തണുപ്പ് ഇപ്പോൾ നമ്മൾ വാൽപ്പാറയിലെത്തിയതാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഒടുവിൽ 13ാമത്തെ വളവിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുമ്പോൾ റുഖിയ ടീച്ചറുടെ കൈയും പിടിച്ചാണ് റുഖിയയുടെ കൈയും പിടിച്ചാണ് അബ്ദുൽ മജീദ് മാഷും ഈ ലോകത്തു നിന്നും യാത്രയാവുന്നത്. അത്രമേൽ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് വരുന്നത്. ഇവരൊക്കെ എടുത്ത ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വാൽപ്പാറയിൽ ഇരുന്നെടുത്ത ചിത്രം, 16ാം വളവിൽ വെച്ചെടുത്ത സെൽഫി ചിത്രം, ഒപ്പം അതിരപ്പള്ളിയിലെ വാട്ടർഫാൾസിൻ്റെ സമീപത്ത് വെച്ചെടുത്ത ചിത്രം. ഈ ചിത്രങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ ആ ചിത്രത്തിലുള്ളവരുടെ പുഞ്ചിരി മായുകയും ഒരു നാടിൻ്റെ പുഞ്ചിരി ഇല്ലാതാവുകയും ചിത്രങ്ങൾ ബാക്കിയാവുകയും ചെയ്യുന്നു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. വി എസ് രഞ്ജിത്ത്, ഇതിൽ ഓരോ അധ്യാപകരെയും കുറിച്ച് പറഞ്ഞാലും നാട്ടുകാർക്ക് തീരുന്നതേ ഇല്ലല്ലോ വി എസ് രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും അത്രമേൽ അനുഭവങ്ങളുള്ളവരാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ റംല ടീച്ചർ 25 വർഷമാണ് ഒരു സ്കൂളിൽ പഠിപ്പിച്ചത്. 25 വർഷം എന്ന് പറയുന്ന ദീർഘമായ കാലമാണ്. ഒരു തലമുറകളെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ. റംല ടീച്ചർ ഈ നാട്ടിലെ കുട്ടികളൊക്കെ പഠിച്ചു വളർന്ന് റംല ടീച്ചർ പഠിപ്പിച്ച പാഠങ്ങളുമായിട്ടാണ്. റംല ടീച്ചറെ ക്ലാസ് മുറിയിൽ ഇരുന്ന നൂറുകണക്കിന് കുട്ടികൾ, അവരുടെ ഉമ്മമാർ, അവരുടെ അമ്മമാർ, അവരുടെ സഹോദരങ്ങളൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പറയാനൊക്കെ ഒട്ടേറെ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഓർമ്മകളിൽ വിതുമ്പിക്കൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന നമുക്ക് കാണുന്നത്. കാരണം ഏത് മനുഷ്യനെയും കരയിപ്പിക്കുന്നതാണ് ഈ കാഴ്ച. 9 പേരുടെ ചേതനയേറ്റ ശരീരം ഇങ്ങനെ ഒരു പന്തലിൽ ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ മനുഷ്യത്വമുള്ള ആരും കരഞ്ഞു പോകും, കരങ്കല്ലല്ലാത്തവരാരും കരഞ്ഞു പോകും. പക്ഷേ ഇവരൊന്നും അങ്ങനെ ആരക്കുകയല്ല, എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ഈ കൊച്ചു ഗ്രാമത്തിലെ ഒരു സ്കൂളെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ്. ഇവിടുത്തെ വാർഷികാഘോഷവും ഇവിടുത്തെ പരിപാടികളും ഒക്കെ നാടിൻ്റെ പരിപാടികളാണ്. അങ്ങനെ കൂട്ടം കൂടി ഒരുമിച്ച് കൂടി ജീവിക്കുകയും അങ്ങനെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യരാണ് ഒരു യാത്ര പറയാതെ പെട്ടെന്നൊരു വൈകുന്നേരം അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ വേദന അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. അവരൊക്കെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഈ ഗ്രാമം, കുറുവ പഞ്ചായത്തിലെ ഈ പാങ്ങെന്ന് പറയുന്ന ഈ വാർഡും അതിന് പരിസരത്തുള്ള 5 കിലോമീറ്റർ ചുറ്റളവിൽ ജീവിക്കുന്നവരുമാണ്. അജിത ടീച്ചറാണ് കുറച്ചകലെ പുലാമന്തോളിൽ ഉള്ളത്, കുളത്തൂരിലാണ് ആശ ടീച്ചർ ഉള്ളത്. ബാക്കി എല്ലാവരും മജീദ് മാഷിൻ്റെ ഭാര്യ റുക്കിയും അതുപോലെ തന്നെ സക്കീനയും എല്ലാവരും താമസിക്കുന്നവരാണ്. ഇനിയിപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കാരണം ഇതിൽ ബാക്കിയായിട്ടുള്ള 4 പേരുണ്ടല്ലോ, അവരുടെ ഓർമ്മകളിൽ ഈ അവസാനത്തെ ഒരു യാത്ര ഉണ്ടാകുമല്ലോ. ആ അവസാനത്തെ യാത്രയിൽ അങ്ങനെ പെട്ടെന്നൊരു വളവിൽ വെച്ച് ആ ബസ് ഇങ്ങനെ കൊക്കയിലേക്ക്, ആ മിനി വാൻ ഇങ്ങനെ കൊക്കയിലേക്ക് മറയുമ്പോൾ അതിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നവരുടെ ഒച്ചപ്പാടുകൾ, വിലാപങ്ങൾ, കരച്ചിലുകൾ ഒക്കെ കേട്ടവരാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ള 4 പേരും. അവരിനി ജീവിക്കുമ്പോൾ അവരുടെ ഓർമ്മകളിൽ ആ ഒരു യാത്ര, ആ ഒരു അന്ത്യനിമിഷം ഉണ്ടാകുമല്ലോ എന്നുള്ളതാണ്. അവർ പറയും അതിന്റെ ഓർമ്മകൾ എന്താണ് സംഭവിച്ചത്. 13ാമത്തെ വളവിൽ എന്ത് സംഭവിച്ചു. സാജിദ എന്ന് പറയുന്ന പാചക തൊഴിലാളി ആയ അവരെ കൂടി നമ്മളൊന്ന് ഓർമ്മിക്കണം. ഈ സാജിദയെക്കുറിച്ച് ഇപ്പോൾ പറയുകയായിരുന്നു ഒരാൾ. സാജിദ തുല്യതാ പരീക്ഷയിലൂടെ +2 പരീക്ഷ പാസ്സായി. 2023 എനിക്ക് 2 വർഷം മുമ്പാണ്. സാജിദയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു. ഒരു മകനാണുള്ളത്. അപ്പോൾ ആ മകനുമായിട്ടാണ് ഈ സാജിദ പഠിക്കാനിരിക്കുക. അപ്പോൾ മുഹമ്മദ് ഷഹദിനോടൊപ്പം, അതായത് സ്വന്തം മകനായ മുഹമ്മദ് ഷഹദിനോടൊപ്പം സാജിദ പഠിക്കാനിരിക്കും. അങ്ങനെ 10ാം ക്ലാസ്സിൽ, നമുക്കറിയാമല്ലോ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 10ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു പെൺകുട്ടിയായിരുന്നു അന്ന് സാജിദ. പിന്നീട് മകനുണ്ടായതിനു ശേഷം അവനോടൊപ്പം തുല്യതാ പരീക്ഷ പാസ്സായി, +2 പരീക്ഷ പാസ്സായി. സ്കൂളിൽ പാചക തൊഴിലാളിയായിരിക്കുമ്പോഴും സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു സാജിദ എന്ന പാചക തൊഴിലാളി. ജീവിതത്തിലെ എത്രയോ കഠിനമായ നിമിഷങ്ങളെ അതിജീവിച്ചു വന്നവരാണ്. ഇതിലും എത്രയും വേനലുകൾ കൊണ്ടവരാണ്. ഇപ്പോൾ മറ്റൊരു വേനലിൽ, ഒരു തീ വെയിലിൽ ഇപ്പോൾ ഒരു നാട് മുഴുവൻ അവർക്ക് യാത്രയയക്കാൻ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്.
സാജിദയെ പോലെ. അപ്പോൾ യാത്രയ്ക്ക് സാജിദയെ ഒപ്പം കൂട്ടുക എന്നുള്ളത് അജിത ടീച്ചറിന് തെല്ലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആ നാട് അങ്ങനെയാണ്, ആരെയും മാറ്റി നിർത്താത്ത മനുഷ്യരുള്ളൊരു നാടാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഈ മരണവാർത്ത അറിയുമ്പോൾ വളരെ പെട്ടെന്ന് ഈ പാങ് LP സ്കൂളിൻ്റെ മൈതാനത്ത് നിറയെ രക്ഷിതാക്കളും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും വളരെ പെട്ടെന്ന് എത്തുന്നതും. പിന്നീട് അവിടെ നമ്മൾ കണ്ടത് ഒരു വലിയ ആൾക്കൂട്ടമാണ്. ഒരു വലിയ ആൾക്കൂട്ടം, ഒരു നാട് മുഴുവൻ ഒഴുകി ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തി നിൽക്കുന്നു. പൊതുദർശനം ഏറെക്കുറെ അവസാനിക്കുകയാണ്. ഇനി ഈ ആംബുലൻസുകളിലേക്ക് അവരെ തിരികെ കയറ്റും. ഇന്നലെ രാവിലെ ഒരേപോലെ ഒരൊറ്റ ടെമ്പോ ട്രാവലറിൽ യാത്ര തിരിച്ചവർ 13 പേർ 13ാം വളവിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടവർ 9 ആംബുലൻസുകളിലായി മടങ്ങിയെത്തി. ഇപ്പോൾ അവരുടെ പ്രിയപ്പെട്ട സ്കൂളിൽ നിന്ന് അവർ തിരികെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്, ഒരിക്കലും തിരിച്ചു വരാത്ത മറ്റൊരു യാത്രയുമായി.